ശശി തരൂരിന്റെ ഇടതു സർക്കാർ അനുകൂല നിലപാടിൽ കൈപൊള്ളി കേരളത്തിലെ കോൺഗ്രസ്. തരൂരിനെ തള്ളുമ്പോഴും വിവാദം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. തരൂരിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കുമെങ്കിലും കടുത്ത നടപടിയൊന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കില്ല. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയുള്ള തരൂരിനെ പോലെയുള്ള ഒരു നേതാവ്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം, കോൺഗ്രസ് തന്നെ പറയുന്ന വിശ്വപൗരൻ, ആ തരൂരാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെ ആവർത്തിച്ച് പ്രശംസിക്കുന്നത്. ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ്. അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനമല്ല ഇറക്കിയിരിക്കുന്നത്. അത് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ, ഗൂഗിളിൽ എവിടെ നിന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെ ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം. അതിന് വലിയ കാരണമുണ്ടാവണ്ടേ? ഇതും നമ്മുടെ CPM സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ, ഇതൊരു നാഷണൽ റാങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. തരൂരിനെ തള്ളിപ്പറയുമ്പോഴും വിവാദം തിരിച്ചടിയാകുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. തന്റെ ലേഖനം വായിച്ചിട്ട് തർക്കത്തിന് വരൂ എന്ന തരൂരിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നേതാക്കൾ മടിക്കുന്നതും അതുകൊണ്ടാണ്. തരൂരിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കുമെങ്കിലും കടുത്ത നടപടിയൊന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ റിയാലിറ്റി അറിയുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നാലെ വരും. ഇതിനിടയിൽ ഭരണപക്ഷത്തിന് പിടിവള്ളിയാണ് തരൂരിന്റെ പ്രസ്താവന. മാത്രമല്ല, സർക്കാരിനെ കണ്ണടച്ച് എതിർക്കുന്ന പ്രതിപക്ഷത്തിന് ഏറ്റ വലിയ തിരിച്ചടിയും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.